കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം സമ്മേളനം വാഴൂർ പുളിക്കൽ കവലയിൽ നടന്നു. വാഴൂർ ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം മാത്യു ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം.പി. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ദേശീയ തലത്തിൽ വളരെ വലിയ സാന്നിധ്യമായി മാറിയിരിക്കുകയാണെന്നും വനം വന്യജീവി വിഷയങ്ങൾ ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ സഹായ സാന്നിധ്യങ്ങൾ നൽകണമെന്ന് പാർലമെന്റിൽ ഉന്നയിച്ച ഏക പാർട്ടി കേരള കോൺഗ്രസ് ആണെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ചീഫ് വിപ്പും കേരള കോൺഗ്രസ് വൈസ് ചെയർമാനുമായ ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു 10-30 വർഷക്കാലം അല്ലെങ്കിൽ 40 വർഷക്കാലം എടുത്തു നോക്കിയാൽ, അതും നമ്മുടെ കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള വിസിബിലിറ്റി, സാന്നിധ്യം ഈ കഴിഞ്ഞ 10-15 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ. പലപ്പോഴും നമുക്ക് സ്പ്ലിറ്റ് വരുന്നതിന് മുമ്പും അതിനുശേഷവും ഒക്കെ എംപിമാരുണ്ടായിരുന്നു, ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് കേരളത്തിന്റെ വിഷയമാകട്ടെ, രാജ്യത്തിന്റെ വിഷയമാകട്ടെ, അത് നമ്മുടെ ഓൾ പാർട്ടി ലീഡേഴ്സിന്റെ മീറ്റിംഗ് ആകട്ടെ, ഇന്ത്യ അലയൻസിലാകട്ടെ, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസൻസ്, സാന്നിധ്യം, വിസിബിലിറ്റി വളരെ ശക്തമായിട്ട് നമുക്ക് അത് കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ നമുക്കറിയാവുന്ന കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ വയനാട്ടിലുണ്ടായ ആ ദുരന്തം നമുക്കറിയാം, വലിയ ഒരു ദാരുണമായ ഒരു ദുരന്തമായിരുന്നു. എത്രയോ 100 കണക്കിന് ആളുകൾ മരണം. ആ പാർലമെന്റ് സമയത്ത് ഒരു 10-50 പേർ മരണം അടഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിനകത്തേക്ക് ചെന്ന് അവർ പാർലമെന്റ് ആരംഭിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരെല്ലാവരും കൂടെ ഏറ്റുനിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കുവാൻ, ഞങ്ങൾക്ക് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ചർച്ചയെടുക്കുവാൻ, അല്ലെങ്കിൽ സർക്കാർ എന്ത് നടപടി അല്ലെങ്കിൽ സർക്കാർ എന്ത് സഹായമാണ് എത്തിക്കുന്നത് എന്നൊരു മറുപടി കിട്ടണം, അതുകൊണ്ടൊന്ന് സംസാരിക്കാൻ അവസരം നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയർ എന്ന് പറയുന്ന ചെയർമാൻ രാജ്യസഭയിൽ അത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞു, എത്രയോ 100 കണക്കിന് ആളുകൾ മരണമടഞ്ഞു, അത് ഇനിയും അതിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഒരു 10 സെക്കൻഡ് സംസാരിക്കാൻ അവരനുവദിച്ചില്ല. 40 മിനിറ്റ് നമ്മൾ അവിടെ പോയി വെള്ളം വെച്ചു ഇതിന്റെ മുമ്പിൽ. അന്നേരം ഒരു 30 സെക്കൻഡ് സംസാരിക്കാനായിട്ട് അവിടെ സമ്മതിച്ചു. ആ 3 കുട്ടികൾ അവിടെ ബേസ്മെന്റിൽ വെള്ളത്തിൽ മുങ്ങി മരണമടഞ്ഞു അല്ലേ? അത് ഓർക്കുന്നുണ്ടാവും, അത് പത്രത്തിൽ വലിയ വാർത്തയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സീറോ ഓവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സംസാരിക്കാൻ ഒരു 3 മിനിറ്റാണ് കിട്ടുന്നത്. BJPയുടെ ഒരു MP ഏറ്റ് നിന്ന് ഈ കാര്യം ചോദിച്ചു, ചെയർ അനുവദിച്ചു, 3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ചെയർമാൻ പറയുന്നു, വൈസ് പ്രസിഡന്റ് പറയുന്നു, ഇത് വലിയ ഗൗരവമുള്ള യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണ്, നമുക്ക് ചർച്ചയ്ക്കെടുക്കുന്നതിന് കുഴപ്പമില്ല, അത് എത്ര വേണമെങ്കിലും ചർച്ചയ്ക്കെടുക്കുക, അതിനൊന്നും പ്രശ്നമില്ല. അത് ചർച്ചയ്ക്കെടുത്തു, സംസാരിച്ചു. പക്ഷേ 3 മണിക്കൂർ ചർച്ചയെടുത്തു. എന്തിനാണ് ചർച്ചയെടുത്തത്? നമ്മൾ ആദ്യമേ കാണുമ്പോൾ ശരി, അതിന്റെ ഗൗരവവും അതിന്റെ ഉദ്ദേശശക്തിയും നല്ലതാണെന്ന് ഓർത്തു. പക്ഷെ അതൊന്നും മറ്റൊന്നുമല്ല. ആം ആദ്മിയുടെ ഒരു രാജ്യസഭാ മെമ്പർ, ഒരു ലേഡി, നമ്മുടെ പത്രങ്ങളിലൊക്കെ കണ്ടും, അദ്ദേഹം ഈ പറഞ്ഞ കൂറുമാറി BJPയിലേക്ക് മാറി. പക്ഷെ പ്രതിപക്ഷത്തിനോടൊപ്പമാണ് ഇരിക്കുന്നത്. അവരെ കൊണ്ട് ഈ സംഭവത്തിനെതിരായി ആം ആദ്മിയുടെ സർക്കാരിനെതിരെ സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ മരണമടഞ്ഞ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ചെയർമാൻ അവിടെ ഇടപെട്ടു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ കൃത്യമായിട്ട് ആ 30 സെക്കൻഡ് സംസാരിച്ച് പറഞ്ഞു, ഡോണ്ട് ഗിവ് പൊളിറ്റിക്കൽ കളർ ഫോർ ദി ഡിസാസ്റ്റർ വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ വയനാട്.
ഈ വയനാടിലുണ്ടായ ഡിസാസ്റ്ററിന് ഒരു പൊളിറ്റിക്കൽ കളർ കൊടുക്കാൻ പാടില്ല എന്ന്. ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യമേ തന്നെ പ്രഥമമുണ്ടായി. ഈ ദുരന്തമുണ്ടായതിന്റെ കാരണം എല്ലാം കുടിയേറ്റക്കാർ അവർ കയ്യേറിയതാണ്. കർഷകരാണ് ഇതിന്റെ പിന്നിൽ, ഇതുകൊണ്ട് തന്നെയാണ് നടന്നത് എന്നുള്ള ധാരണ പല പരിസ്ഥിതി സ്നേഹികളും അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ പോലും ഇവർ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി. അത് മാത്രമല്ല, ഇന്ന് ആ ലോക്സഭയിൽ പോലും അങ്ങനെയുള്ള ചില ചർച്ചയിലേക്ക് ചില നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തു നിന്നുള്ളതല്ല മറ്റു സംസ്ഥാനത്തു നിന്നുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. അവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു അതിനകത്തൊരു കാര്യമുള്ളത്. ഞാനവിടെ ഒരു കാര്യം ചെയ്തു, ഞാനൊന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞോളാം. അവിടെ പറഞ്ഞു, നമ്മുടെ ഈ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അവിടെ നിന്ന് വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും കർഷകരാണ്. അവർക്ക് ഇപ്പോൾ നമ്മൾ വീട് വെക്കുന്നു, 5 സെന്റ് സ്ഥലം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതെല്ലാം നല്ല കാര്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള കൃഷിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് വരുമാനമാകുന്നില്ല. നമ്മളിതിൻ്റെ കണക്കുകൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ വനപ്രദേശത്തുള്ള, അല്ലെങ്കിൽ വനത്തിൻ്റെ കീഴിലുള്ള, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ പ്ലാന്റേഷൻസ് ഉണ്ട്. ടീ പ്ലാന്റേഷൻസും നമ്മുടെ യൂക്കാലിപ്റ്റസും അങ്ങനെയുള്ള പ്ലാന്റേഷൻ, അതെല്ലാം താഴ്വരയിലാണ്, പ്ലെയിൻസിലാണ്. അപ്പോൾ അവർക്ക് അത് പതിച്ചു കൊടുക്കണം. എത്രയാണോ നിങ്ങൾ വയനാട്ടിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഫോറസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇപ്പോൾ ESIയുടെ പ്രശ്നമുണ്ട്. ESIയുടെ പ്രശ്നമാകട്ടെ, ബഫർ സോണിൻ്റെ പ്രശ്നമാകട്ടെ, വന്യമൃഗത്തിൻ്റെ പ്രശ്നമാകട്ടെ, അത് സെൻസിറ്റീവ് ഏരിയയുടെ പ്രശ്നമാകട്ടെ, ഇതെല്ലാം കൊണ്ട് എത്തിക്കുന്ന നിങ്ങളെടുത്ത് പരിശോധിച്ച പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, വനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലേ? ഇതെല്ലാം പറയുന്ന ESI എന്ന് പറയുന്നത് വനവുമായി ബന്ധപ്പെട്ട. വന്യമൃഗം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് പലരും പറയുന്നത്, നിങ്ങൾക്ക് വന്യമൃഗത്തിന്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വിറ്റിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മേടിക്കാൻ റെഡിയാണ്. ഇന്ന് 5 സെന്റും 10 സെന്റും 1 ഏക്കർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മേടിക്കാൻ റെഡിയാണ്. 15 ലക്ഷം രൂപ കൊടുത്ത് അത് മേടിച്ച് നിങ്ങൾ താഴോട്ട് ഇറങ്ങുക. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് വനം കൂട്ടുവാൻ വേണ്ടിയാണ്, വനത്തിന്റെ വിസ്തീർണം കൂട്ടുവാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ വാദിച്ചത്. ബഫർ സോണുമായി ബന്ധപ്പെട്ട് നമ്മൾ വാദിച്ചു. അതിനകത്ത് കൃത്യമായി എംപവർ കമ്മിറ്റി കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് എം മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു പരിധി വരെ അത് നമുക്ക് വിജയിച്ച് നിൽക്കുവാൻ കഴിഞ്ഞത്. അവിടെ നമ്മൾ വാദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഫോറസ്റ്റ്, വനം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് ഈ തമിഴ്നാടും ആന്ധ്രയും കർണാടകത്തേക്കാൾ കൂടുതലുണ്ട്. അവിടെയൊക്കെ 18ഉം 19ഉം ഒക്കെ ശതമാനമാണെങ്കിൽ 27-28% കേരളത്തിലുണ്ട് വനം. വനാവരണം എന്ന് പറയുന്ന കാര്യമുണ്ട്. വനാവരണം എന്ന് പറയുന്നത് എന്താണ്? വനാവരണം എന്ന് പറഞ്ഞാൽ വൃക്ഷം കൂടെ കൂട്ടിയാണ്, വലിയ വൃക്ഷങ്ങൾ കൂട്ടിയാണ്, പ്ലാന്റേഷൻ കൂടെ കൂട്ടിയാണ്. അതാണ് ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത്. അതാണ് കേന്ദ്രവും ലോകരാഷ്ട്രങ്ങളും നോക്കുന്നത്, എത്രമാത്രം വനാവരണമുണ്ട്. അതാണല്ലോ കാർബൺ അബ്സോർബ് ചെയ്യുന്നത്. ആ കാർബൺ അബ്സോർബ് ചെയ്യുന്ന വനാവരണം എടുത്തു നോക്കുമ്പോൾ ശരാശരി ദേശീയ തലത്തിൽ ഇന്ന് കേന്ദ്രം ലക്ഷ്യമിടുന്നത് 5 വർഷത്തിന് ശേഷം 33%. ഇന്ന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലുമൊക്കെ അത് 23-24% ദേശീയ തലത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ളത് 26%. പക്ഷെ കേരളത്തിൽ എത്രയാണെന്നറിയാമോ? 54% വനാവരണമാണ്, ഫോറസ്റ്റ് കവർ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ 54% കേരള സംസ്ഥാനത്തുള്ളപ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് കർഷകരാണ്, കുടിയേറ്റ കർഷകരാണ്. മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിലെ 38,000-ഓളം സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണമുള്ള ഈ കേരള സമൂഹത്തില് 69.4% റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ബഫർ സോൺ, CR റിസർട്ട്, വെറ്റ്ലാൻഡ് 30.6% ഭൂമിയിൽ മാത്രമേ വികസനം നടത്താൻ പറ്റുള്ളൂ. എന്ന് പറയുന്നതും അത് വന്യമൃഗം എന്ന് പറയുന്നതും ഇതെല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്നിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്, അവിടെയും കേരള കോൺഗ്രസ് പാർട്ടി ഇടപെടുകയുണ്ടായി. നമുക്കറിയാം, റബ്ബറിന്റെ വിഷയത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് പാർലമെന്റിനകത്തും പുറത്തും ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തും നമ്മളോട് ഇടപെട്ടുകൊണ്ടാണ് ഇന്ന് അത് 150 ആക്കാൻ കഴിഞ്ഞ, 30 രൂപയെങ്കിലും 150 ആക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമുക്കതിൽ കൂടുതൽ വേണം. പക്ഷെ ഇത്
പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നയത്തെ ആശ്രയിച്ച റബ്ബറിന്റെ വില നിൽക്കുകയുള്ളൂ.